അല്ല, കോവിലകത്തുള്ളവർക്ക് അവിടെ ഇല്ലേ അമ്പലം? ഇന്ന് മോടെ ജന്മദിനാ തിരുമേനി. ആ രാത്രി കഥകളിയുണ്ട് കോവിലകത്ത്. അവിടുന്ന് വരില്ലേ? ഇല്ല, നാം ആ കമ്പ് ഉപേക്ഷിച്ചു. സംബന്ധവും ഒഴിഞ്ഞു. തുളസി എന്നല്ലേ പേര്? കല്യാണം ഉറപ്പിച്ചെന്ന് കേട്ടു. പൂവ് തിരുമേനി. കഷ്ടായി. അതെന്താ? ഒന്നുമില്ല. തുളസി എന്ന് വെച്ചാ തീർത്ഥം. അനുഭവിക്കാനും വേണം പുണ്യം. നമുക്ക് അതിനുള്ള യോഗമില്ല. നിലമ്പൂർ കോവിലകത്തെ പോലെ ഓലിവിടെ വന്നാൽ വിടരുത്. ഇവിടെ വേറെ ആയുധങ്ങളില്ലേ? കാവലിന് കൊണ്ടുപോയിരിക്കുക. കളപ്പുരയിൽ കാണും. അതേന്ന് കുറച്ച് എനിക്കും വേണം. അതിന് ഇവറ്റിങ്ങള് എവിടെ ആദ്യം കീറാന്നറിയില്ലല്ലോ. നമ്മൾ വെറുതെ ഓരോന്ന് ശങ്കിക്കുകയാണ് ഗോപി. ഇവിടേക്കൊന്നും അങ്ങനെ ആരെങ്കിലും വരുമെന്ന് നമുക്ക് തോന്നുന്നില്ല. ബുദ്ധിയില്ലാത്ത ജാതിയല്ലേ തിരുമേനി. എന്ത് ചെയ്യാനും മടിക്കില്ല. പോലീസും പട്ടാളവും പോയിട്ടാണെങ്കിൽ വിവരമൊട്ടില്ല. നമ്മൾ കരുതിയിരിക്കണം. അതിനാ കാവലിന് നമ്മൾ ആളെ കൊണ്ടുവന്നത്. എന്താ ബീരൻ? പറയൂ. ഭാര്യയും കൊന്ന് സാജിയാര് 2-3 ചെക്കന്മാരെ അയച്ചിരിക്കുന്നു. എന്തിന്? പറയൂ. ഓലിക്ക് ഇവിടുത്തെ തോക്കോ വെച്ചു കുടിക്കാൻ ഇച്ചിരി നെല്ലോ അരിയോ കിട്ടിയാ വേണ്ടിയില്ലാന്ന്. തരില്ല. ഇവിടത്തെ ഖിലാഫത്തിന്റെ നേതാവ് വാര്യംകുന്നത്ത് ഹാജി. ഓന്റെ നെഞ്ചത്ത് വേണം ആദ്യത്തെ പിടി വെക്കാൻ. എന്നിട്ടും അവന് വേണ്ടി പിരിവെടുക്കാൻ വന്നിരിക്കുന്നു ഈ കോവിലകത്തെ കാര്യസ്ഥൻ. ഊറവിടെ ആവുമല്ലോ. മോൻ ഖാദർ ഹാജിയാർ വലങ്കയ്യല്ലേ? ഇറങ്ങി പോടോ കേശവൻകുട്ടി. അരുത്. അമ്മാവൻ എന്ത് പറഞ്ഞാലും ഇവിടുന്ന് ഒരു പണി അരിയോ നെല്ലോ അവന് കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതിന് ബീരാൻ തന്നോട് ചോദിച്ചില്ലല്ലോ. ഇവിടുത്തെ കാര്യങ്ങൾ നിശ്ചയിക്കാൻ ഇയാൾ കാരണവരായിട്ട് മതി. ഇപ്പൊ ഞാനുണ്ടല്ലോ. പോയിക്കൊള്ളൂ. അപ്പുണ്ണിക്ക് എന്താ വേണ്ടേച്ച് എടുത്തു കൊടുക്കൂ. തിരുമേനി, അപ്പോ അടിയനും ഇവിടെ കൊള്ളട്ടെ. ശരി. ചേക്കുട്ടിയുടെ സഹായത്തിന് നന്ദി.